പിള്ളേരെ ദ മൊമെന്റ് ലൈക്ക് ഞാൻ അവസാനമായിട്ട് ചെയ്ത സാംസങ്ങിൻ്റെ ഒരു ഫോണിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 2019-ലോ 20-ലോ എന്തോ ആണ്. ആൻഡ് ഫൈനലി നമ്മുടെ അടുത്ത സാംസങ്ങിൻ്റെ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്. ഇത് സാംസങ് ഗാലക്സി A14 5G, ഒരു 5G ഫോണാണ്, ഒരു മിഡ് റേഞ്ച് ഫോണാണ്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് കുറച്ചത് ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. 6.6 ഇഞ്ചിൻ്റെ, അതായത് 6.6 ഇഞ്ചിൻ്റെ ഒരു PLS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 90 ഹെഡ്സ് റിഫ്രഷ് റേറ്റ്. 90 ഹെഡ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് വായും പൊളിച്ചിരിക്കണ്ട. ഇത് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റിംഗ് ആണ്. അതായത് ഓരോ ആപ്പ് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്പിനനുസരിച്ച് റിഫ്രഷ് റേറ്റ് മാറിക്കൊണ്ടിരിക്കും. പ്രൊസസ്സർ വന്നിട്ട് എക്സിനോസിൻ്റെ 1330 ആണ്. 4 GB റാമും 64 GB ഇന്റർണൽ സ്റ്റോറേജുമാണ് ഇതിൻ്റെ അകത്ത് സാംസങ് കൊടുത്തിട്ടുള്ളത്. 13 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറ കൊടുത്തിട്ടുള്ളത് ഒരു നോച്ചിലാണ്. അതുകൊണ്ട് തന്നെ ഒരു നോച്ചുള്ള ഡിസ്പ്ലേ ആണ്. 2023 നോച്ചുള്ളൊരു ഡിസ്പ്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റിൽ ഈ ഒരു ഫോണിൻ്റെ അകത്ത് സാംസങ് കൊടുത്തിട്ടുള്ള ഒരു നോച്ചാണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേ ആ 6.6 ഇഞ്ചിൻ്റെ ഒരു PLS LCD ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ കളേഴ്സൊക്കെ ഭയങ്കര എടുത്തു നിൽക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വൈബ്രൻ്റ് ആയിട്ട് തന്നെ ഉണ്ട്. വൈറ്റ് നല്ല പെർഫെക്റ്റ് വൈറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്, ഓറഞ്ച് നല്ല പെർഫെക്റ്റ് ഓറഞ്ച് ആയിട്ട് തോന്നുന്നുണ്ട്, ബ്ലൂ നല്ല പെർഫെക്റ്റ് ബ്ലൂ ആയിട്ട്, അതായത് കളർ ഭയങ്കര അക്യുറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പിന്നീട് ബ്രൈറ്റ്നസ് ലെവൽ നല്ലതുപോലെ ഉണ്ട് കേട്ടോ. നിങ്ങൾ പുറത്ത് പോയി നട്ടുച്ചയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് ഈ ഡിസ്പ്ലേ കാണാനായിട്ട് പറ്റും. അതൊരു പ്ലസ് പോയിന്റാണ്. പിന്നീട് ഒരു കാര്യം, ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഫോണാണ്. അത് കയ്യിൽ പിടിക്കുന്ന സമയത്ത് ഭയങ്കര തിക്കാണ്. ഡിസൈൻ ആസ്പെക്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നോക്കട്ടെ, അതായത് ഇതേപോലത്തെ ഒരു ഡിസൈൻ എന്താണ് നമ്മുടെ സാംസങ് ഗാലക്സി S23 ലീക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏതൊക്കെ പോസ്റ്ററിൽ കണ്ടായിരുന്നു ഈ സാധനം. ഇത് ഡിസൈൻ വൈസ് അടിപൊളി. ഇതൊരു മാറ്റ് സർഫസ് ആണ്. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാവോ? കണ്ടോ, ഇങ്ങനെ സ്പൈറൽസ് വരൂലേ, ആ ഒരു സർഫസ് ആണ്. കയ്യിൽ പിടിക്കുന്ന സമയത്ത് നല്ല ഫേമായിട്ടിരിക്കും, അതായത് വഴുതി പോകില്ല. പിന്നീട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തിക്നെസ് കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പവർ ബട്ടണും വോളിയം റോക്കറുമാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ സിം ട്രേ, മേളിലായിട്ട് മൈക്രോഫോൺ, താഴെയായിട്ട് നമ്മുടെ ടൈപ്പ് സി പോർട്ട്, ഓഡിയോ പോർട്ട് കൊടുത്തിട്ടുണ്ട് 3.5mm. പിന്നെ നമ്മുടെ സ്പീക്കർ വെൻസും ഉണ്ട്. ഒരു സ്റ്റീരിയോ സ്പീക്കർ അല്ല, ഒരു റൈറ്റ് സൈഡ് മാത്രം ഫേസ് ചെയ്യുന്ന ഒരു സ്പീക്കറാണ്. പെട്ടിക്കകത്ത് ചാർജറൊന്നുമില്ല, ഒരു കേബിൾ മാത്രമേ ഉള്ളൂ. അത് ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ്. അപ്പം നിങ്ങളുടെ ചാർജിങ് അഡാപ്റ്ററിൽ ടൈപ്പ് സി കുത്താനായിട്ട് പറ്റണം, മനസ്സിലായോ? അപ്പോൾ വേറെ ഒരെണ്ണം വാങ്ങണമെന്ന്. Android 13 ബേസ് ചെയ്തിട്ടുള്ള One UI Core 5 ആണ് ഇതിനകത്ത് വരുന്ന OS എന്ന് പറയുന്നത്. അതിൻ്റെ പുറത്ത് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാംസങ് ഡിവൈസിൽ എനിക്ക് തോന്നിയൊരു കാര്യം യൂസർ ഫ്രണ്ട്ലി ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് മറ്റ് ഫോണുകൾ നമ്മൾ ഈ ഒരു റേഞ്ചിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ യൂസർ ഫ്രണ്ട്ലി ആവണമെന്നില്ല. എന്നാൽ സ്റ്റോക്കിൻ്റെ അത്ര യൂസർ ഫ്രണ്ട്ലി അല്ല, എന്നാൽ കുറച്ചുകൂടി ഫീച്ചേഴ്സോട് കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു UI ആണ്. 50MB + 2MB + 2MB അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വരുന്നത്. ക്യാമറ ഇതിൻ്റെ ഹൈലൈറ്റ് ആണ്. ഈ ഫോണിൻ്റെ ഹൈലൈറ്റ് എനിക്ക് ഫീൽ ചെയ്തത്, ചിലപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഞാനൊരു ഫോൺ റിവ്യൂ ചെയ്തതിൻ്റെ ഒരു ഇതാണെന്ന് എനിക്കറിയില്ല, ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ക്യാമറ. അതിന് റിയർ ക്യാമറ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാലും പെർഫെക്റ്റ് ആയിട്ട് തന്നെയുണ്ട്. കളേഴ്സൊക്കെ അക്യുറേറ്റ് ആയിട്ടുള്ള കളേഴ്സ്. പല ഫോണുകളിലും ഞാൻ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഈ ഹൈലൈറ്റുകൾ പല ഫോണുകളും കൂട്ടി വയ്ക്കും, അല്ലെങ്കിൽ ഡീറ്റെയിലിങ് ഭയങ്കരമായിട്ട് കൂട്ടും. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്, പൊട്ടിയിട്ടില്ല, അതുപോലെ തന്നെ മറ്റേ ഗ്രെയിൻസ് വന്നിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോസാണ് വരുന്നത്. പെർഫെക്റ്റ് കളേഴ്സ്, ഓവർ സാച്ചുറേറ്റഡ് അല്ല. സെൽഫി, എൻ്റെ ദൈവമേ, ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് സെൽഫി ഈ ഫോണിൻ്റെ അകത്തുനിന്നാണ്. പ്യുവർ സാധനം, അതായത് പെർഫെക്റ്റ് കളർ, പെർഫെക്റ്റ് സ്കിൻ ടോൺ, ഡീറ്റെയിൽസ് ഒക്കെ ആവശ്യത്തിലധികം നമുക്ക് അതിനകത്തുണ്ട്. അതായത് ഓവർ ഡീറ്റെയിലിംഗ് അല്ല, പെർഫെക്റ്റ് ആയിട്ട് എല്ലാം ഭയങ്കര അക്യുറേറ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. സാംസങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക, ഇമേജ് പ്രോസസ്സിങ് തിങ് ടോപ്പ് നോച്ച്. സെൽഫി ക്യാമറ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാലും നല്ല ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ പല ഫോണിൽ യൂസ് ചെയ്ത എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം. ഈ സെൽഫി ക്യാമറയിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബാക്ക്ഗ്രൗണ്ടും നമ്മുടെ സബ്ജക്റ്റും തമ്മിൽ ഒരു കണക്ഷൻ ഇല്ലാതെ പല ഫോണുകളിലും വരും. അതായത് ബാക്ക്ഗ്രൗണ്ടിൽ വെയിലടിക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് ഭയങ്കര ബാഡാവും. അത് ഐഫോണിൽ വരെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് എത്ര വെയിലുണ്ടെങ്കിലും അത് ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്ത് നിൽപ്പുണ്ട്, താങ്ക്സ് ടു സാംസങ്ങിൻ്റെ ഇമേജ് പ്രോസസ്സിങ്. 5000 mAh ഒരു ലിഥിയം പോളിമർ ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്.
ആ 5000 mAh ഈ കട്ട് ചെയ്താണ് അല്ലെങ്കിൽ ഈ ഒരു തിക്നെസ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. എന്തായാലും ബാക്കപ്പിൻ്റെ കാര്യം എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല, റിവ്യൂവിൽ ഞാൻ ബാക്കപ്പ് പറയാം. ഈ ഒരു ഫോണിൻ്റെ അകത്ത് എന്തൊക്കെ ആസ്പെക്റ്റാണ് നിങ്ങൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ച് റിവ്യൂവിൽ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഗെയിമിംഗ്, ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഗെയിമിംഗ് 2 മണിക്കൂർ ഗെയിം കളിച്ചതിന് ശേഷം ഈ ഫോണിൻ്റെ അവസ്ഥ എന്താണെന്നാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ കമൻറ്റ് ചെയ്യുക. ഞാനത് അടുത്ത റിവ്യൂവിൽ പരിഗണിക്കുന്നതായിരിക്കും. ഗെയിം കളിച്ച് നോക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആസ്ഫാൾട്ട് 9 കളിച്ചപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 90 Hz ഫീൽ ചെയ്യുന്നില്ല, സ്റ്റട്ടറും ലാഗും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ 90 Hz ആ ഒരു സുഖം ഫീൽ ചെയ്യുന്നില്ല. അത് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് നമ്മുടെ കംപ്ലീറ്റ് റിവ്യൂവിൽ പറയുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഫോണ് വാങ്ങണം വേണ്ടത് ഞാൻ ഇപ്പോൾ പറയൂല, ഉറപ്പായിട്ടും സൂൺ.